വൈകുന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും വീടിൻ്റെ വരാന്തയിലിരിക്കുന്ന വനജയെ കണ്ട് ലക്ഷം ശിവാനിയും അതിശയപ്പെട്ടു. ലക്ഷം വണ്ടിയിൽ നിന്നിറങ്ങി ഓടിച്ചെന്ന് അമ്മയെ ഇറകെ പുണർന്നപ്പോൾ ശിവാനി എന്ത് ചെയ്യണം എന്നറിയാതെ നിന്ന് പരങ്ങി. അമ്മ അമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ വന്നത്? ഒത്തിരി നേരമായി വന്നിട്ട്. അല്ലടാ, ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. അച്ഛൻ കൊണ്ടുവിട്ടതാ. നിങ്ങളില്ലെന്ന് കണ്ടപ്പോൾ അച്ഛൻ പോയി. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും നിങ്ങളെ കണ്ടിട്ടേ തിരികെ പോകുന്നുള്ളൂ എന്ന്. അതെന്തായാലും നന്നായി അമ്മ. അമ്മ വാ. ലക്ഷം അമ്മയെ ചേർത്ത് പിടിച്ചു നടന്നു. അല്ല, മോളെന്താ അമ്മയെ കണ്ടിട്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? വനജ ശിവാനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അത് അമ്മ, ഞാൻ ശിവാനി തപ്പിത്തടയുന്നത് കണ്ടതും ലക്ഷ് ഇടയിൽ കയറി. അമ്മ, ആൾക്കേ അമ്മയെ ഫേസ് ചെയ്യാൻ മടി കാണും. അന്ന് പറഞ്ഞതൊക്കെയും കള്ളമാണല്ലോ എന്നോർത്താവോ ഈ പരുങ്ങൽ? അതിന് ഇവൾ കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. മൊത്തം കള്ളവും നീയായിരുന്നില്ലേ പറഞ്ഞത്? വനജ മകൻ്റെ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനുള്ള ശിക്ഷ നാം സ്വീകരിച്ചു കഴിഞ്ഞതാണല്ലോ. എൻ്റെ അമ്മ, എന്തൊരു അടിയായിരുന്നു അത്. ആ അടി ചെറുതായിരിക്കുമ്പോൾ തന്നിരുന്നേ ഞാൻ എന്നേ നന്നായേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പോടവിടെ നിന്ന്. എനിക്കറിയാം എൻ്റെ മോൻ അത്ര ദുഷ്ടനൊന്നും അല്ലെന്ന്. അതൊക്കെ പോട്ടെ, മോളിങ് വന്നേ. അമ്മയ്ക്കേ മോളോട് ഒരു ദേഷ്യമില്ലെന്ന് എന്നും പറഞ്ഞ് ശിവാനി അവർ ചേർത്ത് പിടിച്ചു. ശിവാനി ഡോർ തുറന്ന് അമ്മയെ സ്വീകരിച്ചു. ശിവാനി പെട്ടെന്ന് വസ്ത്രം മാറി വന്ന് അമ്മയ്ക്ക് കഴിക്കാനുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ചായക്ക് വെള്ളം വെച്ചു. ഇരുവരും ഇരുമുറിയിലേക്ക് പോകുന്നതും ഫ്രഷ് ആവുന്നതും അമ്മ ശ്രദ്ധിച്ചിരുന്നു. അടുക്കളയിൽ നിന്ന് വനജയും ശിവാനിയും ഓരോ കാര്യങ്ങളും സംസാരിക്കുകയായിരുന്നു. അന്നേരമാണ് ശ്രാവൺ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നത്. ശ്രാവൺ വനജയെ കണ്ടില്ലായിരുന്നു. എന്തോ കാര്യമായി ചേച്ചിയോട് പറയാമെന്ന് ശ്രാവൺ വനജയെ കണ്ട് അവിടെ നിന്ന് പിൻവാങ്ങി. അവൻ വനജയ്ക്ക് ഒരു ചിരി സമ്മാനിച്ചു. അന്നേരമാണ് ശിവാനി അവനെ കാണുന്നത്. ആ, നീ വന്നോ? പെട്ടെന്ന് ഡ്രസ്സ് മാറി വാ, ഞാൻ ചായ എടുത്ത് വെക്കാം എന്നും പറഞ്ഞ് ശിവാനി തൻ്റെ പ്രവൃത്തി തുടർന്നു. ശ്രാവൺ എന്നാണല്ലേ പേര്? കണ്ണം പറഞ്ഞിരുന്നു മോനെ പറ്റി. ഇപ്പൊ 10ലാണല്ലേ? നല്ലോണം പഠിക്കണം കേട്ടോ. എങ്കിലല്ലേ മോൻ ആഗ്രഹിച്ച പോലെ ഡോക്ടറാവാൻ പറ്റുള്ളൂ. പഠിക്കുന്നുണ്ട് ആൻറ്റി, ശ്രാവൺ മറുപടി പറഞ്ഞു. ഇവനാണമ്മ ക്ലാസ് ടോപ്പർ. കാണുന്ന പോലെയൊന്നല്ല ആള്, പുലിയാണ്. ലക്ഷ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്ന് കിച്ചണിലെ കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചു. അങ്ങനെയൊന്നുമില്ല ആൻറ്റി, ഈ ചേട്ടനെ ചുമ്മാ പറയുന്നതാ. ആൻറ്റിയോ? അമ്മ അങ്ങനെ വിളിച്ചാൽ മതി കേട്ടോ. നിന്റെ ചേച്ചിക്കും ചേട്ടനും ഞാൻ അമ്മയാ, പിന്നെ മോനും ഞാൻ അമ്മ തന്നെയല്ലേ. ശ്രാവണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വനജ പറഞ്ഞു. വനജ പറയുന്നത് കേട്ടതും ശിവാനിയും ശ്രാവണും ഒരുപോലെ വനജയെ നോക്കിയിരുന്നു. ശ്രാവണിൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. അവൻ അമ്മയെന്ന് വിളിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതാണ് അന്നേരം അവൻ്റെ കണ്ണ് നിറഞ്ഞത്. അയ്യേ, കരയുക? മോശം മോശം. നീ വലിയ കുട്ടിയല്ലേ, എന്നിട്ടാണ് ഇങ്ങനെ കരയുന്നത്? നീ ഇങ്ങ് വന്നേ, ഞാൻ നിനക്ക് ഒരു കൂട്ടം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ലക്ഷ് അവനെയും കൂട്ടി അവിടെ നിന്ന് പോയി. രണ്ടാളും 2 മുറിയിലാണല്ലേ താമസം? വനജയുടെ ചോദ്യം കേട്ടതും ശിവാനി ഒന്നും മിണ്ടിയില്ല. അമ്മ പറയുന്നത് കൊണ്ട് മോൾക്കൊന്നും തോന്നരുതേ. എൻ്റെ കണ്ണനെ മോളെന്ന് വെച്ച ജീവനാ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അവൻ എല്ലാം ഉപേക്ഷിച്ചു നിന്റെ കൂടെ ഇവിടെ വന്ന് താമസിക്കുന്നത്. AC ഇല്ലാതെ ഒരു പോളെ കണ്ണെടുക്കാതെ ചെക്കനാ. ഇപ്പം ദേ കണ്ടില്ലേ, ഒന്നും വേണ്ട. അതുകൊണ്ടേ മോൾക്ക് ഇനിയെങ്കിലും അവനെ വിഷമിപ്പിക്കാതെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിച്ചൂടെ? ഇങ്ങനെ വാശി കാട്ടണോ? അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിക്കൂടെ? എനിക്കറിയാം അമ്മ, ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അത്രയല്ലായുള്ളൂ. 2-3 മാസം കൂടി എനിക്കിവിടെ നിന്നേ പറ്റൂ. ശ്രാവണിന് ഫൈനൽ എക്സാം എടുക്കാറായി. അത് കഴിഞ്ഞ് ഞാൻ മെൻ്റലി ഒന്ന് ഓക്കെ ആയി അവനെ നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കി കഴിഞ്ഞ് ഞാൻ കൂടെ പോയിക്കോളാം. അതുവരെ അമ്മ എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. എനിക്ക് കണ്ണേട്ടനോട് ഇഷ്ടക്കുറവൊന്നുമില്ല. തൽക്കാലം എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അമ്മ എന്നെ മനസ്സിലാക്കണം. അമ്മയുടെ മോനെ ഞാൻ വിഷമിപ്പിക്കില്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ശിവാനി വനജയുടെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവർക്ക് സന്തോഷമായി. രാത്രിയിലെ ഭക്ഷണമൊക്കെയും കഴിഞ്ഞ ശേഷം ലക്ഷ്യനെയാണ് അമ്മയെ വീട്ടിൽ കൊണ്ടുവിട്ടത്. സമയം രാത്രി 11:30. ശിവാനി നല്ല ഉറക്കത്തിലായിരുന്നു. ക്ഷീണം കാരണം അവൻ പെട്ടെന്ന് ഉറങ്ങിയിരുന്നു. അതേസമയം ലക്ഷ് ശിവാനിയുടെ മുറിയുടെ ഡോറിൻ്റെ ലോക്ക് പതിയെ താഴ്ത്തി അകത്ത് കടന്നു. ഡിം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ലക്ഷ് ഉറങ്ങുന്ന ശിവാനിയെ ഒരു നിമിഷം നോക്കി നിന്നു. ശബ്ദമുണ്ടാക്കാതെ അവളോട് ചേർന്ന് ചരിഞ്ഞു കിടന്നു. അവൾ മുടിയൊക്കെ അലസമായി വാരിക്കെട്ടി വെച്ചിട്ടാണുള്ളത്. അതിനാൽ മുടിയിഴകൾ മുഖത്ത് വീണ് കിടപ്പുണ്ട്. ലക്ഷ് പതിയെ മുടി ചെവിയുടെ ഇടയിലായി ഒതുക്കി വെച്ചു. അവളുടെ കണ്ണിലും മൂക്കിലും ചുണ്ടിലുമൊക്കെയും അവൻ്റെ നോട്ടം പാറി വീണു. അവൾ ഉണർന്നാലോ എന്ന് കരുതി അവൻ അവളെ സ്പർശിച്ചിരുന്നില്ല. അവളുടെ മുഖത്തേക്ക് നോക്കിയിരിപ്പാണ്. ഈ മുഖത്ത് എന്തോ ഒരു കുറവുണ്ടല്ലോ. എന്താ അത്? ലക്ഷ് വിചാരിക്കുവാണ്. യെസ്, കിട്ടിപ്പോയി. മൂക്കുത്തി, ഒരു കല്ല് വെച്ച മൂക്കുത്തി കൂടി ഉണ്ടായിരുന്നേ അടിപൊളി ആയേനെ. വൈകാതെ ഞാനിവിടെ ഒരു മൂക്കുത്തി അണിയിക്കുന്നുണ്ട്. വെളുത്ത കല്ല് വെച്ച കുഞ്ഞു മൂക്കുത്തി. അപ്പോൾ എൻ്റെ പെണ്ണ് ഒന്നുകൂടെ സുന്ദരിയായിരിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ തോന്നുന്നു ശിവാനി എന്നും പറഞ്ഞവളുടെ മൂക്കിൻ തുമ്പി മെല്ലെ ചുണ്ടമർത്തി.
പെട്ടെന്നാണ് ശിവാനി ഉണരുന്നത്. ലക്ഷ്മിയെ കണ്ടത് അവൾ പെട്ടെന്ന് പേടിച്ച് നിലവിളിച്ചു. അന്നേരം ലക്ഷ് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. ശിവാനി, പേടിക്കണ്ട, ഇത് ഞാനാണ് 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 ശിവാനി ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയ ലക്ഷ് വായിൽ നിന്ന് കൈയെടുത്തു. എന്ത് ഞാനാണെന്ന്? നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? അതെന്ത് ചോദ്യം എൻ്റെ ശിവാനി? എൻ്റെ ഭാര്യയുടെ അടുത്തില്ലാതെ വല്ലവരുടെയും ഭാര്യയുടെ അടുത്ത് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഈ ശിവാനിയുടെ ഒരു കാര്യം ഒന്നും അറിയാത്ത പോലെ ഒറ്റ അടി വെച്ച് തരും കേട്ടോ. മതി, സംസാരിച്ച് പിടിച്ചിക്കാൻ നിങ്ങളോളം എടുക്കുന്നു എനിക്കില്ല. ഷോ, അങ്ങനെ എന്നെ പുകഴ്ത്തല്ലേ ശിവാനി. ഒന്ന് നിർത്തുന്നുണ്ടോ? മതി എന്നെ മണ്ടിയാക്കിയത്. എന്തായി വരവിൻ്റെ ഉദ്ദേശം? അത് പിന്നെ ശിവാനി, നമുക്കേ നിന്റെ മൂക്കിലെ ഒരു വെള്ളക്കൽ മൂക്കുത്തി വെച്ചാലോ? ഈ പാതിരാത്രിയിലോ? അയ്യോ, ഇപ്പോഴല്ല, 2 ദിവസം കഴിഞ്ഞ്. മൂക്കുത്തി എനിക്കിഷ്ടല്ല. ശിവാനി മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞു. പക്ഷേ എനിക്കിഷ്ടമാണ്, അതുകൊണ്ടേ ഞാനിവിടെ ഒരു മൂക്കുത്തി അണിയിച്ചിരിക്കും. അത് പറയാനാ ഇപ്പോൾ വന്നത്? ഇയാൾ ഇത്തിരി മാറിക്കേ. അതല്ല, ഞാൻ പറയാവുന്നത് വേറെ കാര്യമാണ് എന്നും പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ നേരാണ് ശിവാനിയുടെ താലയിൽ ലക്ഷിൻ്റെ സ്വർണ്ണമാല കുടുങ്ങിക്കിടക്കുന്നത് ഇരുവരും കാണുന്നത്. കണ്ണേട്ട, എഴുന്നേൽക്കല്ലേ, എൻ്റെ താലി പൊട്ടിപ്പോവും, അവിടെ കിടക്ക് എന്ന് ശിവാനി പറഞ്ഞതും ലക്ഷ് ശിവാനിയോട് ചേർന്ന് കിടന്നു. കുരുക്കഴിക്കാൻ എന്ന പേരും പറഞ്ഞ് ലക്ഷ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കൂടുതൽ കുരുക്കിട്ട് മുറുക്കി. ആളുടെ ഉദ്ദേശം വേറെയായിരുന്നു. അത് മനസ്സിലാക്കിയ ശിവാനി ലക്ഷിനോട് മലർന്നു കിടക്കാൻ പറഞ്ഞു. അവൾ അല്പം എഴുന്നേറ്റ് തല പൊക്കി പിടിച്ചു കുരുക്കഴിക്കാൻ തുടങ്ങി. എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കൂടുതൽ കുരുക്കില്ലേ? ഞാനൊന്നും ചെയ്തില്ല ശിവാനി. നമ്മൾ തമ്മിൽ എങ്ങനെയോ ഒരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ. അതിനാൽ നമ്മുടെ മാലകൾ വിഷമം പോലും പരസ്പരം ഒന്ന് ഹഗ് ചെയ്ത് വിഷമം പങ്കുവെച്ചതാ, അത്രേ ഉള്ളൂ. അത് കേട്ട ശിവാനി അവനൊന്ന് നോക്കി പേടിപ്പിച്ചു. ശേഷം അവനെ ശ്രദ്ധിക്കാതെ മാലയിലെ കുരുക്കഴിക്കാൻ തുടങ്ങി. അന്നേരം ലക്ഷിൻ്റെ മിഴികൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. ഇടയ്ക്ക് ശിവാനി അവനെ നോക്കുമ്പോൾ അവൻ കണ്ണിമ ചിമ്മാതെ തന്നെ നോക്കുന്നതാണ് കാണുന്നത്. അവളത് ശ്രദ്ധിക്കാതെ വീണ്ടും മാലയിൽ ശ്രദ്ധ കൊടുത്തു. വീണ്ടും ശിവാനി അവനെ ഒന്ന് സംശയത്തോടെ നോക്കി. പിന്നെയാണ് അവൾ തൻ്റെ മാറിലെ സ്ഥാനം മാറിക്കിടക്കുന്ന സാരി ശ്രദ്ധിക്കുന്നത്. താനിപ്പോൾ അവന് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് ഒന്നും പറയണ്ട. ഫസ്റ്റ് ശിവാനി അവനെ കടുപ്പിച്ച് നോക്കി സാരി വെച്ച് അവിടെ മറച്ചു. കാര്യം മനസ്സിലായ ലക്ഷ് നിഷ്കുവായി പറഞ്ഞു. സത്യമായിട്ടും ശിവാനി, ഞാൻ അവിടെ അല്ല നോക്കിയത്. ഞാൻ നിന്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന മറുക കണ്ടിട്ട് പോലുമില്ല. ലക്ഷ് അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട ശിവാനിക്ക് ദേഷ്യം വന്നു. വൃത്തികെട്ടവൻ, ഇതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. അപ്പം അതും പിടിക്കില്ല. എന്താ ചെയ്യുക, എന്നെ ഇങ്ങനെ എത്ര നാൾ പട്ടിണിക്കിടും? ജീവിതകാലം മുഴുവനും. എന്തേ, ഞാൻ പറഞ്ഞോ എന്നെ കെട്ടാൻ? അങ്ങനെ ആയിക്കോട്ടെ, ഇടയ്ക്കിടെ പട്ടിണി കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. വല്ലപ്പോഴും ഒരു ബിരിയാണി കിട്ടിയിരുന്നേ മതിയായിരുന്നു. ഇതിപ്പോൾ ബിരിയാണി പോയിട്ട് കഞ്ഞി പോലും കിട്ടാത്ത അവസ്ഥയാണ്. അത് കേട്ട് ശിവാനിക്ക് ചെറുതായി ചിരി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയാലേ ഇയാളെ ഒരു തുള്ളി പച്ചവെള്ളം കിട്ടാതെ പാടുപെടും. ശിവാനിക്കുട്ടി, ഞാൻ ഇപ്പോൾ നോക്കിയതേ നിന്റെ പന്നീർ ഇതളുകൾ പോലുള്ള ഈ ചുണ്ടുകളാണ്, അല്ലാതെ വേറെ എവിടെയും ഞാൻ നോക്കിയിട്ടില്ല, പ്രോമിസ്. പിന്നെ പറഞ്ഞതേ അത് നേരത്തെ കണ്ടതാണ്. ഒരു കള്ളച്ചിരിയോടെ അതും പറഞ്ഞ് അവളുടെ മുഖത്തേക്കൊന്ന് ഊതി വീണ് കിടക്കുന്ന മുടിയിഴകളെ ഒതുക്കി നിർത്തി. അവൻ്റെ വിശ്വാസം മുഖത്ത് പതിഞ്ഞതും ശിവാനി ഒന്ന് നീങ്ങിപ്പോയി. അവൻ പറഞ്ഞത് കേട്ടതും ശിവാനിയുടെ മുഖം ചുവന്ന് തുടുക്കുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴാണെന്ന് ചോദിക്കുന്നില്ലേ ശിവാനി? എനിക്കറിയാം ഇയാൾക്ക് കട്ട് തിന്ന് നല്ല ശീലാണെന്ന്. ഇതുപോലെ തറവാട്ടിലായിരിക്കുമ്പോൾ ചെയ്ത് കാണും. അന്ന് ഞാൻ കട്ട് തിന്നതൊന്നുമല്ല, നീ ആയിട്ട് അറിഞ്ഞു തന്നതാ. പക്ഷേ എങ്ങനെയാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് ലക്ഷ് തൻ്റെ ഇരു കൈയും തലയുടെ അടിയിൽ വെച്ച് മലർന്നു കിടന്നു. അയ്യടാ, എങ്ങോട്ടാ ഇങ്ങനെ സുഖിച്ച് കിടക്കുന്നത്? എഴുന്നേറ്റോ, മാല ശരിയായി. ഇത്ര പെട്ടെന്ന് ശരിയായോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിവാനി അവനൊന്ന് നോക്കി. അല്ല, നല്ലോണം കുരുങ്ങി കിടക്കുമായിരുന്നു. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാ. അതൊക്കെ പോട്ടെ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ സമയം 11:50. അതിന് ഞാനൊന്ന് പറയട്ടെ എൻ്റെ ശിവാനിയെ? എന്നാൽ എനിക്ക് ഉറക്കം വരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞോട്ടെ, നിൻ്റെ ഉറക്കമൊക്കെ ഞാൻ തീർത്ത് തരുന്നുണ്ട്. അത് കേട്ട് ശിവാനി മുഖം കൂട്ടി. സോറി, ഞാൻ വീണ്ടും മാറ്ററിൽ നിന്ന് വിട്ടുമാറിപ്പോയി. അതായത് ശിവാനി, നാളെയാണല്ലോ മാർച്ച് 22. അതിന് പിന്നെയും എടി, നാളെയാണ് ശ്രാവണിൻ്റെ ബർത്ത്ഡേ. ആര് പറഞ്ഞു? ശിവാനി ഭാവവ്യത്യാസമില്ലാതെ ചോദിച്ചു. അവൻ്റെ സ്കൂൾ ID കാർഡ് പറഞ്ഞു. അത് കണ്ടിട്ടാണോ ഈ പ്രസംഗനൊക്കെയും? എന്നാലേ അത് കറക്റ്റ് അല്ല, സ്കൂളിൽ ചേർക്കുന്ന ടൈമിലേ മാറ്റിക്കൊടുത്തതാ. അത് കേട്ട് ലക്ഷിൻ്റെ മുഖം ഒന്ന് വാടി. അതിനിടയിലാണ് ശിവാനിയുടെ ചങ്കിൽ കൊള്ളണ പറച്ചിൽ. പ്ലിങ്ങിയല്ലേ? ചെറുതായി. ലക്ഷ്മി മറുപടി പറഞ്ഞു.
എന്നാ പ്ലിങ്ങണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നാളെ തന്നെയാണ് അവൻ്റെ ബർത്ത്ഡേ. ഈ ഒരു അവസ്ഥയെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാത്തത്. ഇല്ലെങ്കിലേ അവൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിങ്ങും ഒരു കുഞ്ഞു സദ്യയും പതിവാണ്. പിന്നെ ഇത്തവണ ആ പതിവ് തെറ്റിക്കണോ? അവൻ വലിയ പ്രായമൊന്നും ആയില്ലല്ലോ, അവൻ ഹാപ്പി ആയിക്കോട്ടെന്ന്. ദേ ഇപ്പം തന്നെ രണ്ടിൻ്റെയും കറക്കം കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടില്ല, അവസാനം അവൻ എൻ്റെ കയ്യിൽ ഒതുങ്ങിയെന്ന് വരില്ല. എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഒന്നുമില്ല. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. നിൻ്റെ പൈസ വേണ്ടെങ്കിലോ. ഇത് പോട്ടെ, നിൻ്റെ ബർത്ത്ഡേ എപ്പോഴാ? നിനക്കും തരാലോ ഒരു സർപ്രൈസ്. എൻ്റേത് ഒരു പ്രത്യേക തരം ബർത്ത്ഡേ ആണ്. 4 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ള ഒരു മഹാസുദിനം. ഞാൻ ജനിച്ചതേ ഫെബ്രുവരി 29-നാണ്. റിയലി? ഞാനും സെയിം ഡേറ്റാണ് ജനിച്ചത്. അപ്പോൾ നമുക്കേ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാലോ അല്ലേ? ലക്ഷ്യൻ്റെ മറുപടിയായിട്ട് ശിവാനി തുടർന്നു. എന്നാൽ ഞാനൊരു സത്യം പറയാം, ഞാൻ ഇയാളെ പറ്റിച്ചതാ. ഞാൻ ജനിച്ചതേ ഫെബ്രുവരി 29-നല്ല. എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ശിവാനി, ഞാൻ ജനിച്ചതും ഒന്നല്ല. ലക്ഷ് അവളുടെ മൂക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇയാൾക്കിൻ്റെ മൂക്ക് കാണുമ്പോൾ എന്താ ഇത്രയും ചൊറിച്ചിൽ? എപ്പോൾ നോക്കിയാലും മൂക്ക് പിടിച്ച് വലിച്ചോളും. ശിവാനി കുട്ടിയുടെ സീരിയയെ എൻ്റെ ഓഫീസ് ടേബിളിൻ്റെ മുന്നിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിലുണ്ടല്ലോ ബർത്ത്ഡേ ഡേറ്റ്. അത് കറക്റ്റാണെന്നും എനിക്കറിയാം. ഇപ്പം നീങ്ങ് വന്നേ, നമുക്ക് ശ്രാവണിൻ്റെ മുറിയിൽ ചെന്ന് അവനെ വിളിച്ചുണർത്താം എന്നും പറഞ്ഞു രണ്ടുപേരും കൂടി ശ്രാവണിൻ്റെ മുറിയിൽ ചെന്നു. അവിടെ ചെന്ന ലക്ഷ് അവൻ്റെ ബെഡിലേക്ക് ഒരൊറ്റ ചാട്ടായിരുന്നു. അതുകണ്ട് പേടിച്ചു ഞെട്ടിയുണർന്ന ശ്രാവൺ ഇരുവരെയും മാറി മാറി നോക്കി. അന്നേരമാണ് ലക്ഷ് അവനെ കെട്ടിപ്പിടിച്ച് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്. അത് കേട്ടത് അവൻ്റെ കണ്ണ് നിറഞ്ഞു. ലക്ഷിനോട് താങ്ക്സ് പറഞ്ഞ ശേഷം ഇതൊക്കെ കണ്ട് ചെറുചിരിയാലെ എല്ലാം നോക്കിക്കാണുന്ന തൻ്റെ ചേച്ചിയെ ഓടിച്ചെന്ന് അവൻ കെട്ടിപ്പിടിച്ചു. ചേച്ചി അവൻ്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് അവൻ്റെ നിറഞ്ഞ കണ്ണ് തുടച്ചു കൊടുത്തു. പിന്നീട് 3 പേരും ചേർന്ന ഒരു കേക്ക് കട്ടിങ്. എല്ലാം കഴിഞ്ഞ് 3 പേരും 3 മുറികളിലേക്ക് നടന്നു. ശിവാനി തൻ്റെ മുറിയിലേക്ക് പോകാൻ നേരം ലക്ഷ്മി ഒന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം അവളുടെ മുഖം പതിവിലും അധികം വിടർന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇരുവരും ശ്രാവണിനെയും കൊണ്ട് ഒരു ചെറിയ ഔട്ടിങ്ങിന് പോയി. അനിയൻ്റെ സന്തോഷം കാണുമ്പോൾ വിടരുന്നത് ചേച്ചിയുടെ മുഖമാണ്. അത് കാണുമ്പോൾ ലക്ഷ്യൻ്റെ മനസ്സ് നിറയും. അതാണ് അവനും ആഗ്രഹിക്കുന്നത്. ഫുഡും കറക്കവും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു. അന്നേ ദിവസം ഫുൾ ജോളി അടിച്ച് വൈകുന്നേരം ആയപ്പോൾ തിരികെ മടങ്ങാൻ നേരാണ് ഇത്തിരി കാറ്റ് കൊള്ളാൻ വേണ്ടിയും ശിവാനിയുമായി സംസാരിക്കാൻ വേണ്ടിയും ലക്ഷ് വണ്ടി ബീച്ചിലേക്ക് തിരിച്ചു വിടുന്നത്. ശ്രാവൺ വെള്ളത്തിലിറങ്ങിയതും ശിവാനി ഇത്തിരി തണലുള്ള ഭാഗത്ത് നോക്കി കടലിലേക്ക് കണ്ണു നട്ടിരുന്നു. അന്നേരം ലക്ഷ് ഒരു ഫോൺ കോളിലായിരുന്നു. ശിവാനി ഇരുന്നതിൻ്റെ കുറച്ചകലെയായി 2 പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. കണ്ടാൽ അറിയാം 2 പേർക്കും പ്രായം നന്നേ കുറവാണെന്ന്. കണ്ടാൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തോന്നും. പ്രണയവിവാഹമായിരിക്കാം. അവരുടെ കൂടെ 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ശിവാനി ആ കുട്ടിയുടെ കളിച്ചിരികൾ അങ്ങനെ നോക്കിയിരിക്കുവാണ്. അന്നേരമാണ് ലക്ഷ് അവളുടെ അരികിൽ വന്നിരിക്കുന്നത്. ഇമ്മച്ചിമ്മാതെ ആ കുഞ്ഞിനെ നോക്കുന്ന ശിവാനിയെ ലക്ഷ് കുറച്ചു നേരം നോക്കിയിരുന്നു. തന്നെ നോക്കി കുഞ്ഞുപല്ലി കാട്ടിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ ലക്ഷ് അരികിലേക്ക് വിളിച്ചു. അതിൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പരസ്പരം കരം കവർന്ന് കാര്യമായ റൊമാൻസിലാണ്. ലക്ഷ് വിചാരിക്കുവാണ്, പക്വത വരാത്ത പ്രായത്തെ കല്യാണം കഴിഞ്ഞതിൻ്റെ കുഴപ്പമാണ്. ആ കുട്ടി ഇരുവരും ശ്രദ്ധിക്കുന്നില്ല. ഇരുവരും ഇരുവരുടേത് മാത്രമായ ലോകത്തായിരിക്കാം. ഹേയ് ഡോൾ, ഇങ്ങ് വാ. ലക്ഷ് ആ കുട്ടിയെ വിളിച്ചതും ആ കുട്ടി പെട്ടെന്ന് വന്നു. ലക്ഷ് പോക്കറ്റിൽ നിന്നൊരു ഡയറി മിൽക്ക് എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തതും കുട്ടി ചിരിയോടെ അത് വാങ്ങിച്ചു. ലക്ഷ് കുട്ടിയെ പിടിച്ച് മടിയിലെത്തി കൊഞ്ചിക്കാൻ തുടങ്ങി. പോക്കറ്റിൽ ഡയറി മിൽക്ക് സ്റ്റോക്കാണല്ലോ, ആർക്ക് വേണ്ടി വാങ്ങിയതാ? ശിവാനി അത് കണ്ട് ചോദിച്ചു. ബീച്ചിലേക്ക് വരുമല്ലേ, കാണാൻ കൊള്ളാവുന്ന വല്ല പെൺപിള്ളേരെയും കണ്ടാൽ കൊടുക്കാമെന്ന് കരുതി വാങ്ങിച്ചതാ. ഓ അങ്ങനെ. ശിവാനി മുഖം കൂട്ടി. നീ കണ്ടോ, ഇതിൻ്റെ തന്തക്കും തള്ളക്കും കുട്ടിയെക്കുറിച്ച് ഒരു വിചാരമില്ല. കണ്ടില്ലേ, അവരുടെ റൊമാൻസിനിടയിലെ കൊച്ചൊരു അധികപ്പറ്റാണ്. ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു കുട്ടി വേണ്ടെന്ന് വെച്ചത്. ആര് പറഞ്ഞു? എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇയാൾക്ക് അധികപ്പറ്റായാലും എനിക്കങ്ങനെ ആവില്ല. ശിവാനിക്കത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞത് എന്നുള്ള ബോധം വരുന്നത്. എന്നാൽ എനിക്കിത് ഇവളെപ്പോലൊരു മോള് മതി. പെട്ടെന്ന് തരുമോ? എനിക്കേ ഇവളെ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുക. ശിവാനിയെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ചേർത്ത് പിടിച്ചു. പല പോസിലുള്ള സെൽഫി എടുത്തു. ശിവാനി ഇങ്ങോട്ട് നോക്ക്. അത് കേട്ടതും ശിവാനിയും കൂടി ചേർന്നു. അടുത്ത നിമിഷം ലക്ഷ് അത് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. എന്തുവാ അത്? ആ ക്യാപ്ഷൻ കണ്ടോ എല്ലാവരും കരുതുന്നത് നമ്മുടെ കൊച്ചാണെന്ന്. അതിനെന്താ, കരുത്തിക്കോട്ടെ എന്ന് പറഞ്ഞവൻ കുഞ്ഞിക്കവളിൽ ചുണ്ടു ചേർത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്ഥലകാല ബോധം വരുന്നത്. ഹലോ, അതെ ഇവിടെ, പേടിക്കണ്ട, കൊച്ച് സേഫാണ്. കൊച്ചു നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി കാണും. അത് കേട്ടതും ഇരുവരും ഒരു ചമ്മിയ ചിരി പാസ്സാക്കി. നിങ്ങൾക്ക് വേണ്ടെങ്കിലേ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്ക് ഇവളെ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി. ലക്ഷ് അത് പറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് വിട്ടതും ആ കുഞ്ഞ് ലക്ഷ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് അതിൻ്റെ അച്ഛൻ്റെ മേലേക്ക് ചാടിക്കയറി.
ഇരുവരുടെയും കൂടെ പോകുമ്പോഴും ആ കുഞ്ഞ് ലക്ഷ്മണനെയും ശിവാനിയും തിരിഞ്ഞു നോക്കി കൈകൊണ്ട് ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ണിൽ നിന്നും മായുന്നത് വരെ ഇരുവരും നോക്കി നിന്നു. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ശ്രാവണിൻ്റെ എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു. അവന് ഫുൾ A+ ഉണ്ടായിരുന്നു. അവന് കേരളത്തിന് പുറത്ത് പോയി പഠിക്കാൻ താല്പര്യമുള്ളതിനാൽ അവന് ഊട്ടിയിലെ പ്രശസ്തമായ ബോർഡിംഗ് സ്കൂളിൽ അഡ്മിഷൻ റെഡിയാക്കി. ശിവാനിക്ക് അതിൽ താല്പര്യമില്ലായിരുന്നു. അവൾക്ക് തൻ്റെ കൺവെട്ട് തന്നെ അവൻ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ശ്രാവൺ നിർബന്ധം പിടിച്ചപ്പോൾ ശിവാനി സമ്മതം മൂളി. ശ്രാവൺ പോയതും ശിവാനി കുറച്ച് ദിവസം ആകെ മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ ലക്ഷ്യന് വേണ്ടി അവൾ ലക്ഷ്യൻ്റെ വില്ലയിലേക്ക് പോകാൻ ഒരുങ്ങി. പുതിയ അന്തരീക്ഷവുമായി ശിവാനിക്ക് പെട്ടെന്ന് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. തങ്ങളുടെ കിടപ്പുമുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിൽ രാത്രി ഒറ്റയ്ക്കിരിക്കുമായിരുന്നു ശിവാനി. മനസ്സ് നിറയെ ശ്രാവണം. തൻ്റെ ചേച്ചിയെന്നും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയാണ് അവൻ വാശി പിടിച്ചു അവിടെ പോയി ചേർന്നത് എന്നവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവന് വേണ്ടി ചേച്ചിയുടെ ലൈഫ് കളയുന്നതിനോട് അവന് താല്പര്യമില്ലായിരുന്നു. അവനിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും? ഉറങ്ങിക്കാണുമോ? അവന് സങ്കടമായി കാണുമോ? ചേച്ചി തനിച്ചാക്കിയെന്ന് തോന്നുന്നുണ്ടാവോ? അവനെ തൻ്റെ അരികിൽ വേണമെന്ന് തന്നെയല്ലേ താനും ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴൊന്നും കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചത്. ഓരോന്ന് ആലോചിച്ച് ശിവാനിയുടെ കണ്ണ് നിറഞ്ഞു. പിന്നിൽ നിന്നും ലക്ഷ്യൻ്റെ കൈ തോളിൽ അമർന്നിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ തിരിഞ്ഞ് ഉറപ്പായും കരഞ്ഞു പോകുമെന്ന് അവൾക്കറിയായിരുന്നു. പക്ഷെ അവൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അവളുടെ മുഖം ഉയർത്തി നോക്കിയതും അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവനെ ഇറക്കി പുണർന്ന കണ്ണുനീർ മുഴുവനും ആ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞു. ലക്ഷ്യ അവളെ നേരെ നിർത്തി. ശിവാനി, ശിവാനി, എന്താ? ഇങ്ങോട്ട് നോക്കി എന്നും പറഞ്ഞ് താടി പിടിച്ച് മുഖമുയർത്തി അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ വിരലുകളാൽ ഒപ്പിയെടുത്തു. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ശ്രാവണനെ ഓർത്തിട്ടാ? അവൻ അവിടെ ഹാപ്പിയാടോ. അവൻ്റെ ഉയർച്ചയാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കരച്ചിലിൻ്റെ ആവശ്യമില്ല. അവനെല്ലാം കണ്ട് വളർന്ന് പഠിക്കട്ടെ. നിനക്ക് എന്നും രാത്രിയാകുമ്പോൾ അവനെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കാനോ? അതുമല്ല, എല്ലാ മാസവും നമുക്ക് 2 ദിവസത്തേക്ക് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാമല്ലോ. ഇനിയിപ്പോൾ നിനക്ക് അവനെ നാളെ തന്നെ കണ്ടേ തീരുമെന്നാണെങ്കിൽ നമുക്കങ്ങ് മച്ചനക്കുടി വഴി ഊട്ടിയിലേക്കൊരു യാത്ര അങ്ങ് കാച്ചിക്കളയാം. എന്തേ? എന്നിട്ട് 2 ദിവസം അവനെയും കൊണ്ട് അവിടെ കറങ്ങി അവനെ തിരിച്ച് അവിടെയാക്കി പിന്നെ നമ്മൾ ഒന്നുകൂടി 2 ദിവസം കറങ്ങി നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾ കൂടി പങ്കുവെച്ച് അതിൻ്റെ മധുരയ്ക്കും ഓർമ്മകളായി തിരിച്ചു പോരാം. എന്തേ? അത് കേട്ട് ശിവാനി അവനൊന്ന് നോക്കി. ശരിക്കും പോവോ? ശിവാനിയുടെ മുഖം ഒന്ന് വിടർന്നു. പോവും, പക്ഷെ അവിടെ വെച്ച് നീ എന്നോട് പറയണം. എന്തുവാ? കണ്ണേട്ടാ, ഐ ലവ് യൂന്ന്. ഓ, അത്രേ ഉള്ളൂ? അതിപ്പോൾ തന്നെ പറഞ്ഞേക്കാലോ. സത്യം? എന്നാ പറ പറ പറ. പറയും. പറയണ്ടേ ശിവാനി? കണ്ണേട്ടാ, 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 ഐ ഒന്ന് പറഞ്ഞു തൊലക്കണ്ട ശിവാനിയെ. കണ്ണേട്ടാ, ഐ ഹേറ്റ് യു എന്നും പറഞ്ഞ് ശിവാനി ഒരൊറ്റ ഓട്ടായിരുന്നു. പക്ഷേ ലക്ഷ്യ അവളുടെ ഡ്രസ്സിൽ പിടുത്തമിട്ടിരുന്നു. ഇവിടെ വന്നതോടെ ശിവാനിയുടെ ഡ്രസ്സിങ് സ്റ്റൈലും ലക്ഷ്യം ഒന്ന് മാറ്റിയെടുത്തിരുന്നു. അവളുടെ ഒരു ഉണക്ക സാരിയും ധാവണിയും ചുരിദാറും ഇനി അതൊക്കെ ഇടുന്നത് ഇനി കാണണമല്ലോ എന്ന് കരുതി അവളുടെ പഴയ ഡ്രസ്സൊന്നും അവൻ കൊണ്ടുവരാൻ സമ്മതിച്ചിരുന്നില്ല. ഉറങ്ങുമ്പോൾ പോലും സാരി എടുത്ത് കിടക്കാം. നീ ആരാ? ഹിന്ദി സീരിയൽ നടിയാണോ എന്നും പറഞ്ഞു വീട്ടിൽ അവൾക്കിടാൻ മോഡേൺ ആയിട്ടും ഇത്തിരി ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് ലക്ഷ്യം എടുത്തത്. പാവം പിന്നെ അതിടാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ. അതും കരുതി അതിൽ നിന്നും ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പായിരുന്നു അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവൻ പിടിച്ചത് ടോപ്പിന് മുകളിലുള്ള ഷ്രഗിലായിരുന്നു. ആ പിടിയിൽ അതങ്ങനെ തന്നെ അവൻ്റെ കയ്യിൽ ഊരിപ്പോന്നു. ഇപ്പോൾ ഒരു നേരത്തെ വള്ളിക്കായി മാത്രമുള്ള സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഒരു ബനിയൻ മാത്രമാണ് അവളിൽ അവശേഷിച്ചിരുന്നത്. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ ശ്രദ്ധിച്ചു. അവൾ അവനെ നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി. ആ ബെസ്റ്റ്, ഇപ്പോഴാണ് ഈ ഡ്രസ്സിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അതിനിടയിലെ ഈ കുന്താണ്ടിടാൻ നിന്നോട് ആര് പറഞ്ഞു എന്നും പറഞ്ഞു കയ്യിലെ ഷഗെടുത്ത് വലിച്ചതിന് ശേഷം ശിവാനിയുടെ നേരെ നടന്നു. ശിവാനി അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി. പിറകിൽ കൂടി അവളുടെ വയറിലൂടെ കയറ്റി ഇറക്കി പുണർന്നു. ഒരു ക്രാബിട്ട് പൊക്കി കെട്ടിവെച്ചിരുന്ന അവളുടെ മുടിയിലെ ക്രാബ് അവൻ തൻ്റെ പല്ല് കൊണ്ട് കടിച്ചൂരിയെടുത്തതും മുടി മുഴുവനും അഴിഞ്ഞു വീണു. അവളുടെ മുടിയിലെ ഗന്ധം അവൻ ആവോളം ആസ്വദിച്ചു. പിന്നീട് അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂമിനകത്തേക്ക് നടക്കുമ്പോൾ ശിവാനിയുടെ ഹൃദയം എന്തിനെന്നറിയാതെ ഉച്ചത്തിൽ മിടിക്കാൻ തുടങ്ങി. അവളെ ബെഡിൽ കിടത്തി അവളോട് ചേർന്ന് കിടന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയതും ശിവാനി ആ നോട്ടത്തിലൊന്ന് പതറി. അവൾ മുഖം കൈകൾ കൊണ്ട് മറച്ചതും ലക്ഷ് അവളുടെ കൈകൾ എടുത്തു മാറ്റി അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അവിടുന്ന് അവൻ്റെ ചുണ്ട് താഴോട്ട് ചലിച്ചുകൊണ്ടിരുന്നു. അവളുടെ മൂക്കിൻ തുമ്പിലൂടെ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ എത്തി നിന്നതും ലക്ഷ് അവളെ ഒന്ന് നോക്കി. അതിനർത്ഥം മനസ്സിലായ ശിവാനിയുടെ മുഖമാകെ ചുവപ്പ് രാശി പടർന്നു. അടുത്ത നിമിഷം അവളുടെ ചുണ്ട് അവൻ്റേതാക്കി മാറ്റി. മതി വരാതെ അവനവളുടെ ചുണ്ട് നുകർന്നു.
അവളുടെ കൈ അവൻ്റെ മുടിയിൽ കൊരുത്തിരുന്നു. അവളുടെ ചുണ്ടിൽ നിന്നും അകന്നു മാറിയതും ലക്ഷിൻ്റെ നോട്ടം മുഴുവനും അവളുടെ മേനിയിലായിരുന്നു. അത് മനസ്സിലായതും ശിവാനി തിരിഞ്ഞു കിടന്നു. പുറംതിരിഞ്ഞു കിടക്കുന്ന അവളുടെ മുടി വകഞ്ഞു മാറ്റി തോളിൽ നിന്നും അവളുടെ ഡ്രസ്സിൻ്റെ കൈ താഴ്ത്തിയതും ശിവാനിയുടെ ശരീരം വിറപ്പുണ്ടു. അവളുടെ നഗ്നമായ തോളിലും കൈയിലും പിൻകഴുത്തിലും അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നു. അവളെ തനിക്ക് അഭിമുഖമായി കിടത്തി അവളുടെ പകുതി അനാവൃതമായ മാറിലേക്ക് മുഖം പൂഴ്ത്തിയതും അവൾ നുയങ്ങിപ്പോയി. കണ്ണേട്ട വേണ്ട, പ്ലീസ് വേണ്ട, എനിക്ക് പേടിയാ. അത് കേട്ട ലക്ഷ് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അവൾ കണ്ണടച്ച് കിടപ്പാണ്. ശിവാനി ഇങ്ങോട്ട് നോക്ക്, ഞാനല്ലേ, പിന്നെന്താ? വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ നിന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല. നീ എപ്പോൾ ഓക്കെ ആവുന്നു അപ്പോൾ മതിയെന്നേ. പക്ഷെ ഇപ്പോൾ ഒന്ന് കണ്ണ് തുറന്ന് നോക്ക്. അത് കേട്ടതും ശിവാനി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നതും ശിവാനി ചുറ്റുമുള്ളതൊക്കെയും വിസ്മരിച്ചു പോയി. അവളുടെ കൈ താനെ അയഞ്ഞു തുടങ്ങി. അത് കണ്ടതും ലക്ഷ് ചെറുചിരിയാലെ അവളുടെ അഴിച്ചു മാറ്റിയ ടോപ്പ് നേരെയാക്കി കൊടുത്തു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. അത് കണ്ട് ശിവാനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. കണ്ണേട്ടാ, എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? പിന്നെ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട്. ഒന്ന് പോടി. കണ്ണേട്ട സോറി. എന്തിന്? എല്ലാത്തിനും. സോറി സ്വീകരിക്കില്ല, വേറെ എന്തെങ്കിലും തന്നാൽ സ്വീകരിക്കാം. അത് കേട്ടതും ശിവാനിക്ക് മനസ്സിലായി അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. അവൻ്റെ നെറ്റിയിലും ഇരിക്കണ്ണിലും കവളിലും മൂക്കിൻ തുമ്പിലും ഒക്കെയും ശിവാനി ചുംബിച്ചതും ലക്ഷിൻ്റെ മുഖം പൂനിലാവുച്ചതുപോലെ വിടർന്നു. അവൻ്റെ കാതോരം ചുണ്ടമർത്തി പതിയെ പറഞ്ഞു, കണ്ണേട്ട, ഐ ലവ് യു. അത് പറഞ്ഞവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചതും ലക്ഷ് അവളെ ഇറുകെ പുണർന്നു. വൈകാതെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു.